നമസ്കാരം. ഞാൻ ഇന്നിവിടെ രസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജീരകം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു 8 വലിയ വെളുത്തുള്ളി കേട്ടോ. ഇതും ഒന്ന് ചതച്ചെടുക്കാനാണ്. അപ്പോൾ ഇത് ഞാൻ ചതച്ചെടുത്ത് വരാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് ഞാൻ ഒരു 3 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളി ഒക്കെ വെന്ത് ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വെളുത്തുള്ളിയും ജീരകവും ചതച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിട്ട് കൊടുക്കുകയാണ്. പിന്നെ ചെറിയൊരു കഷ്ണം കായ കേട്ടോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പരിപ്പ് വേവിച്ച വെള്ളമാണ് കേട്ടോ. അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണ് പരിപ്പ് വേവിച്ച വെള്ളമാണ്. നമ്മളിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നോക്കിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായി ഇത് വെട്ടി തിളച്ച് വരണം. അപ്പോൾ ഞാൻ തീ കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇനി തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ രസമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പുളിയും ഉപ്പും ഒക്കെ പാകമാണ്. നല്ല ടേസ്റ്റുള്ള രസമാണ്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എളുപ്പത്തിലുള്ള നമ്മുടെ രസത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളിത് പാത്രത്തിലാക്കുകയാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.